ഇന്നത്തെ റെസിപ്പി ഒരു ഗുലാബ് ജാമുൻ ആയാലോ. അപ്പോൾ കുറേ നാളായിട്ടോ ഗുലാബ് ജാമുൻ ഇങ്ങനെ വീട്ടിലുണ്ടാക്കിയിട്ട്. അപ്പോൾ മൺകുട്ടിയുടെ ബർത്ത്ഡേക്ക് കൊണ്ടുവന്ന ഒരു പായ്ക്കായിരുന്നേ. അപ്പോൾ അന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ല, നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് ഒരു ഇത് കിട്ടുന്നേ ഇല്ല കേട്ടോ. അപ്പോഴെന്നോട് പറഞ്ഞു എനിക്ക് ഗുലാബ് ജാമുൻ ഉണ്ടാക്കി തന്നേ പറ്റുമെന്ന്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ ഈ പാക്ക്. അപ്പോൾ ഗുലാബ് ജാമുൻ പാക്ക് കൊണ്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയിട്ട് കഴിക്കാം. അപ്പം നമ്മൾ ഈ ഗുലാബ് ജാമുൻ പാക്ക് പൊട്ടിച്ചിട്ട് അതിലൊരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലോട്ട് പാൽ ഒഴിച്ചിട്ട് കുഴക്കുകയാണെങ്കിൽ വളരെ സോഫ്റ്റായിട്ട് നമ്മുടെ ഗുലാബ് ജാമുൻ കിട്ടും. പിന്നെ അതുമാത്രമല്ല, പാലെന്ന് വെച്ചാൽ നമ്മൾ തിളപ്പിച്ചിട്ട് ചൂടാറിയ പാൽ, അല്ലെങ്കിൽ ചെറു ചൂടോട് കൂടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ പച്ചപ്പാൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. പച്ചപ്പാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗുലാബ് ജാമുൻ പൊട്ടിപ്പോകും. അപ്പോൾ അത് എനിക്ക് പുതിയതായിട്ട് കിട്ടിയ ഒരു ഇൻഫർമേഷനാണ് കേട്ടോ. അപ്പം എൻ്റെ നെയ്ബർ, അപ്പോൾ അവരുണ്ടാക്കുമ്പോഴും ഞാൻ ചോദിച്ചു കേട്ടോ എന്താ പച്ചപ്പാൽ. അപ്പം ഞാൻ ഇതുപോലെ ചൂട് പാലിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തിളച്ച പാലല്ലേ നല്ലതെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കിതെന്താണ് സംഭവം എന്നറിയില്ല, സോഫ്റ്റ് കിട്ടുമെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു പച്ചപ്പാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി നമ്മുടെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു നമ്മൾ ഇങ്ങനെ ലഡു പോലെയൊക്കെ ഉണ്ടയാക്കുന്ന ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ല എന്ന്. അപ്പം ഞാൻ ഇതുപോലെ ചൂട് പാലൊക്കെ എടുത്തിട്ടാണ് കേട്ടോ. ഇപ്പോഴും മനസ്സിലായി നമ്മൾ പച്ചപ്പാൽ എടുക്കാൻ പാടില്ല എന്ന്. അങ്ങനെ ഇതാ ഉണ്ടയാക്കിയിട്ട് വെച്ചിട്ട് ഇതാ റെഡി, കുഞ്ഞു ഉണ്ട. അപ്പോൾ എനിക്കൊരു പാക്കിൽ നിന്ന് ഇത്ര ചെറുതാക്കിയിട്ട് 27ഓളം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ വലുതാക്കുകയാണെങ്കിൽ നമ്മുടെ ഗുലാബ് ജാമുൻ അത്ര നമുക്ക് കിട്ടില്ല ഒരു പാക്കിൽ നിന്ന്. പിന്നെ ചെറുതാക്കുന്നതായിരിക്കും നല്ലത്. പഞ്ചസാര പാനിയിലിട്ട് കഴിഞ്ഞാൽ എന്തായാലും അത് ഒന്നും കൂടി വികസിച്ച് വരുമല്ലോ. അപ്പോൾ ഇത് ഓരോന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പാനിൽ നമ്മൾ ഒരു സൈഡിൽ പഞ്ചസാര പാനി റെഡിയാക്കണം. ഈ പഞ്ചസാര പാനി എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു 5-6 സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ നമ്മൾ നോക്കിയിട്ട് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കുക. മധുരം കുറയാണെങ്കിൽ ഒരു 1/2 ഗ്ലാസ് 3/4 ഗ്ലാസോളം വെള്ളം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ തിളപ്പിക്കാൻ വെച്ചത്. അതിൽ ഒട്ടിപ്പോ പരുവൊന്നും ആവേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഗുലാബ് ജാമുൻ നമുക്ക് ഇതിൽ നിന്ന് പഞ്ചസാര പാനി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പഞ്ചസാര പാനിയോടെ എടുത്തിട്ട് കഴിക്കുന്നതാണ് ഈ ഗുലാബ് ജാമുൻ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ നമ്മൾ കുറച്ച് ലൂസായിട്ട് ആക്കിയാലും കുഴപ്പമില്ല, അത്രയും നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ അതിലോട്ട് ഒരു 3-4 ഏലക്കായ്, നല്ല ഫ്ലേവറാണ് കേട്ടോ ഇങ്ങനെ. അപ്പം നമ്മുടെ ഗുലാബ് ജാമുനൊക്കെ നല്ല പെർഫെക്ഷനിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പൊട്ടിപ്പോയത് ഓരോന്നും നിങ്ങൾ കാണും. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ മാവ് തുറന്ന് വെച്ചതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.